ലോകകപ്പ് വിജയത്തിന് പിന്നാലെ ലോകം ആഘോഷിക്കുന്നത് ലെമിൻ യമാലിന്റെ ഫുട്ബോൾ മികവാണ്. എന്നാൽ ആ വിജയത്തിന് പിന്നിൽ ദാരിദ്ര്യത്തെയും കഷ്ടപ്പാടുകളെയും അതിജീവിച്ച ഒരു കുടുംബത്തിന്റെ കണ്ണുനീരുറഞ്ഞ ജീവിത കഥയുണ്ട്. അത് തുറന്നു പറയുകയാണ് സ്പാനിഷ് സൂപ്പർ താരം. ലോകകപ്പ് കിരീടം, ലോകത്തിന്റെ കയ്യടി. 19-ാം വയസ്സിൽ തന്നെ ലോകത്തെ വിസ്മയിപ്പിച്ച് ലെമിൻ യമാൽ. പക്ഷേ ഈ വിജയത്തിന്റെ പിന്നിൽ ഒളിഞ്ഞിരിക്കുന്നത് ദാരിദ്ര്യവും കുടിയേറ്റ ജീവിതവും. ഒരു കുടുംബത്തിന്റെ അതിജീവനത്തിന്റെ കഥയുമുണ്ട്. ലോകകപ്പ് വിജയത്തിന് പിന്നാലെ മാധ്യമങ്ങൾ യമാലിനോട് ചോദിച്ചത്, ഇത്ര ചെറുപ്പത്തിൽ ഒരു രാജ്യത്തിന്റെ പ്രതീക്ഷ ചുമക്കുന്നത് വലിയ സമ്മർദ്ദമല്ലേ എന്നായിരുന്നു. ആ ചോദ്യത്തിന് യമാൽ നൽകിയ മറുപടി ഇങ്ങനെ: തന്റെ അമ്മയുടെ 16-ാം വയസ്സിലാണ് ഞാൻ ജനിക്കുന്നത്. വീട്ടിൽ ഭക്ഷണം എത്തിക്കാൻ അച്ഛൻ തെരുവുകൾ തോറും അലഞ്ഞു. അതാണ് യഥാർത്ഥ സമ്മർദ്ദം. തനിക്കിവിടെ ഫുട്ബോൾ കളിച്ചാൽ മാത്രം മതി. ആ വാക്കുകളിൽ ഒരു താരത്തിന്റെ ആത്മവിശ്വാസം മാത്രമല്ല, ജീവിതം പഠിപ്പിച്ച പാഠവുമുണ്ടായിരുന്നു. ഇക്വറ്റോറിയൽ ഗിനിയയിൽ നിന്നെത്തിയ അമ്മ, മൊറോക്കോയിൽ നിന്ന് കുടിയേറിയ അച്ഛൻ, സ്പെയിനിൽ ഒരു ജീവിതം കെട്ടിപ്പടുക്കാൻ അവർ അനുഭവിച്ച കഷ്ടപ്പാടുകൾ ചെറുതായിരുന്നില്ല. ആക്രിസാധനങ്ങൾ ശേഖരിച്ചും താൽക്കാലിക ജോലികൾ ചെയ്തും കുടുംബത്തിന് അന്നം കണ്ടെത്തിയ അച്ഛൻ 3 വയസ്സാകുമ്പോഴേക്കും മാതാപിതാക്കൾ വേർപിരിഞ്ഞു. ഒരു ചെറിയ മുറിയിൽ അടുക്കളയും കിടപ്പുമുറിയും ഒന്നായ വീട്ടിലായിരുന്നു യമാലിന്റെ ബാല്യം. പക്ഷേ ആ കഷ്ടപ്പാടുകൾ ഒരിക്കലും യമാലിനെ തളർത്തിയില്ല. മറിച്ച് കുടുംബത്തിന്റെ ത്യാഗങ്ങളാണ് യമാലിന്റെ ഏറ്റവും വലിയ പ്രചോദനമായത്. ഇന്ന് അമ്മയുടെ മുഖത്തെ സന്തോഷവും സഹോദരന് തനിക്ക് കിട്ടാതിരുന്ന ബാല്യം ലഭിക്കുന്നതുമാണ് തന്റെ ഏറ്റവും വലിയ നേട്ടമെന്ന് യമാൽ പറയുന്നു. റോക്ക ഫോണ്ടയിലെ ആ ചെറിയ മുറിയിൽ നിന്ന് ലോകകപ്പ് കിരീടം ഉയർത്തിയ വേദിയിലേക്ക് വലിയ സ്വപ്നങ്ങൾക്ക് ജനിച്ച സാഹചര്യം ഒരു വിലങ്ങുതടിയല്ലെന്നതിന് ലെമിൻ യമാലിന്റെ ജീവിതയാത്ര ഒരു പാഠമാകുന്നു. സ്പോർട്സ് ഡെസ്ക്, ന്യൂസ് മലയാളം.